ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഐഷു സബിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖം വിചാരിക്കണേ. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ അടിപൊളി നല്ല ടേസ്റ്റുള്ള ഹമ്മൂസ് ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇതിനായിട്ട് ഞാൻ വേവിച്ചെടുത്ത വെള്ളക്കടല ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂണ് വെളുത്ത എള്ള് വേണം. എള്ള് അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം, കരിഞ്ഞു പോകാതെ. അപ്പോൾ വറുത്തെടുത്ത എള്ള് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. നമുക്ക് കടല ഞാൻ ഉപ്പിടാതെ പുഴുങ്ങിയിട്ടുള്ളത്, അങ്ങനെ പുഴുങ്ങിയെടുക്കാം, ഉപ്പിട്ടിട്ടും പുഴുങ്ങിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതൊന്ന് പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് ഒലീവ് ഓയിൽ ഒഴിച്ചെടുത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് കടലയും ഒരു 6-7 വെളുത്തുള്ളി അല്ലിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് പുളിയില്ലാത്ത തൈര് ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു സ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി ആഡ് ചെയ്തെടുക്കാം. നമുക്ക് പുളിക്കനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിലേക്ക് 2 ഐസ് ക്യൂബും ഒരു പച്ചമുളക്, അത് ഓപ്ഷനാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇട്ടിട്ട് നമുക്കിതൊന്ന് നല്ലോണം അരച്ചെടുക്കണം. അപ്പോൾ ഇതൊന്നും കൂടി ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണും കൂടെ നമുക്ക് ഇതിലേക്ക് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹമ്മൂസ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. ഇതിന് മേലേക്ക് 2 ടേബിൾ സ്പൂണും കൂടെ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒലീവ് ഓയിലാണ്. നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിത് കടലയും ചപ്പും വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റുള്ള ഡിഷാണ്. നമുക്ക് കഴിക്കാൻ കുബൂസിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെയും ദോശയുടെ ഒക്കെ കൂടെ നമുക്ക് കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൊണ്ടിയും. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. കൂടാതെ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്.